നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെമ്മാടിത്തരം, തിണ്ണമെടുക്ക് തുടങ്ങിയവയെല്ലാം കാണിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ, അതായത് ഒരു കോക്കസായി നിന്നുകൊണ്ട് ഈ രാജ്യത്ത് കൃത്യമായി ഒരു പാരലൽ സിസ്റ്റം, അതായത് ഈ രാജ്യത്തെ ഭരണഘടനയെ പൊളിച്ചെഴുതുന്ന തരത്തിൽ അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗിച്ച് പാരലൽ സിസ്റ്റം പണിയാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് മാനസാന്തരം വന്നാൽ എങ്ങനെയിരിക്കും? ബാക്കിയുള്ളവർ വെച്ചു പൊറുപ്പിക്കുമോ? അതാണ് ജഗദീപ് ധൻഖർ എന്ന വ്യക്തിക്ക് സംഭവിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. അതായത് ജഗദീപ് ധൻഖർ പ്രതിപക്ഷത്തെയും കോൺഗ്രസ് നേതൃത്വത്തെ പ്രത്യേകിച്ചും അതിലെ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് ബോഡി ഷെയ്മിങ് നടത്തി, അവരെ വ്യക്തിഹത്യ നടത്താൻ ഒരുപാട് കിണഞ്ഞു പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. BJPയുടെ കയ്യിലെ ഏറ്റവും വലിയ ചട്ടുകം, ഏറ്റവും വലിയ മാരകായുധം എന്ന രീതിയിൽ തന്നെയാണ് ജഗദീപ് ധൻഖറെ അവർ വിശേഷിപ്പിച്ചിരുന്നത്. പെട്ടെന്നൊരു ദിവസം മാനസാന്തരം ഉണ്ടാകുന്നു. ജഗദീപ് ധൻഖർ മനസ്സിലാക്കുന്നു താൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു കോക്കസിനകത്താണ്. ആ കോക്കസിൽ നിന്നും തനിക്ക് മാനസാന്തരം വന്നു എന്ന് കരുതി പുറത്തു പോകാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അധികാരം വലിച്ചെറിഞ്ഞേ പറ്റൂ. വലിച്ചെറിയുക മാത്രമല്ല, പിന്നീട് ഒരിക്കലും ലൈം ലൈറ്റിൽ വരാത്തവണ്ണം ഓടി മറയുക, ജീവനും കൊണ്ട് ഓടുക. ഇത് തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഹൈക്കോടതിയിലെ അഴിമതിക്കാരനായ ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ നിരവധിയായ വിഷയങ്ങൾ ഉന്നയിക്കാൻ ജഗദീപ് ധൻഖർ അസാമാന്യ ധൈര്യം അദ്ദേഹത്തിൻ്റെ രാജിക്കാലയളവിൽ കാണിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് BJP വലിയ രീതിയിൽ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കും എന്നത്. അതിന് ഒരൊറ്റ ഉപാധിയേ ഉള്ളൂ: ഉപരാഷ്ട്രപതി സ്ഥാനം വലിച്ചെറിയുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകടങ്ങൾ പലതും ഉണ്ടാകാം എന്ന ഭയം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. കപിൽ സിബൽ അടക്കമുള്ളവർ ഈ വിഷയം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതായത് ഈ കോടതി നടപടികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത പരിപൂർണമായി തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. പ്രകാശ് രാജ് എന്ന് പറയുന്ന ഇന്ത്യ അറിയപ്പെടുന്ന ചലച്ചിത്ര നടൻ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിൽ കോടതി എന്നത് ജനങ്ങളുടെ അവസാന അത്താണിയായി കണക്കാക്കിയിരുന്നതാണെങ്കിൽ ഇന്ന് കോടതി എന്നത് പരിഹാസം നിറഞ്ഞ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത്. അതെ, ജഗദീപ് ധൻഖർ ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു. അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയെയും അതുപോലെ BR ഗവായിയെയും ഒക്കെ പരസ്യമായി വിമർശിച്ച് അവരോട് നേർക്കുനേർ പരമാധികാരത്തിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രപതിയുടെ വിഷയവും ഉന്നയിച്ച് ഏറ്റുമുട്ടാൻ വരെ തയ്യാറായി നിന്നാൾ പെട്ടെന്നൊരു ദിവസം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കോടതികൾക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും തിരിയുന്നു. അവർ വെറുതെ വിടുവോ? അവർ ജഗദീപ് ധൻഖറിനെ കണക്കിന് പ്രഹരം നൽകാൻ തുടങ്ങി. ധൻഖറിന് വേറെ നിവർത്തിയില്ല. നൽകിയ സ്ഥാനമാനങ്ങൾ തിരിച്ചെടുക്കാൻ BJP തയ്യാറായപ്പോൾ ധൻഖർ തോറ്റു തുന്നം പാടി. ധൻഖറിനെ മാപ്പുസാക്ഷിയാക്കണമെന്ന് വീണ്ടും കൃത്യമായി കപിൽ സിബൽ ആവർത്തിക്കുകയാണ്.